കുട്ടൂസന്റെ കൂട്ടുകാരനാണ് ലെമ്പൂച്ചാൻ. ലെമ്പൂച്ചാനെ കാണാനായി കുട്ടൂസൻ ലെമ്പൂച്ചാന്റെ വീട്ടിലെത്തി. ലെമ്പൂച്ചാനെ, ഇവനാണോ നുണച്ചാപ്പി? അതെ അതെ, എന്റെ ഒരു ശിങ്കിടിയ. നമസ്കാരം. ഞാൻ വേണ്ട, ഒരക്ഷരം മിണ്ടണ്ട. ഇല്ല, മിണ്ടുന്നില്ല. ലെമ്പൂച്ചാൻ എന്തിനാ ദേഷ്യപ്പെടുന്നത്? അവൻ പറയട്ടെന്നേ. കുട്ടൂസന് ഇവനെ അറിയില്ല. എന്താ, കുഴപ്പക്കാരനാണോ? ആണോന്നു? ഇടയ്ക്കിടെ നുണ പറയും. പറഞ്ഞാൽ ഉടനെ അത് സത്യമാവുകയും ചെയ്യും. ഹമ്പടാ. ലെമ്പൂച്ച, ഏതായാലും ഇവനെ കുറച്ചു ദിവസം എനിക്ക് താ, പണിയുണ്ട്. അത് വേണോ? മഹാ കുഴപ്പമാകും. അതൊന്നും സാരമില്ല, ഒരു നല്ല കാര്യത്തിനല്ലേ. ഇത്തവണ ഞാനൊരു കലക്ക് കലക്കും. നീ പുലിയാടാ, പുലി. കുട്ടൂസൻ അപ്പൂപ്പാ, ഞാൻ പുലിയല്ല, പക്ഷെ ഈ കാട് നിറച്ചും പുലിയാ. ഒന്ന് പോടാ, നുണ പറയാതെ. ഇവിടെങ്ങും പുലിയെ ഞാൻ കണ്ടിട്ടില്ല. ദ്രോഹി, നീ പറഞ്ഞ സത്യമായി. പുലിയുടെ പട വരുന്നു. അയ്യോ, ഞാൻ ചത്തേ. അയ്യോ, മൂപ്പരുടെ ബോധം പോയി. പണിയുണ്ട്. ഇവിടെ ഒരു പുലിയുമില്ല, എലിയുമില്ല. അതാ സത്യം. പുലി പോയി, പറഞ്ഞത് സത്യമായി. അപ്പോൾ അവിടെ ഡാഗിനി അമ്മൂമ്മ എത്തി. കുട്ടൂസിന് എന്താ പറ്റിയത്? നീ ഏതാ? ഞാൻ നുണച്ചാപ്പി, ലെമ്പൂച്ചാന്റെ ശിങ്കിടിയ. അപ്പൂപ്പൻ ബോധം കെട്ടതാ. ഏതായാലും നീ ഒന്ന് പിടിച്ച് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. ശരി, എന്നാ പിടിക്ക്. ഹോ, നല്ല ഭാരം. പേടിക്കേണ്ട, ഇവിടെ ഒരു പുഴയുണ്ട്, കടന്നാൽ എളുപ്പം ചെല്ലാം. വള്ളം കിടക്കുന്നു, അതിൽ പോകാം. എടാ തൊരപ്പാ, നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിന്റെ പേരെന്തോന്നാ പറഞ്ഞത്? നുണച്ചാപ്പി. നല്ല പേര്. ഈ പുഴയ്ക്ക് ആഴം കാണുമോ എന്തോ? നല്ല ആഴമുണ്ട്, പിന്നെ സ്രാവുമുണ്ട്. ഒന്ന് പോടാ, നുണയാ പറ്റിക്കാതെ. എന്താണടാ അത്? സ്രാവ്? ആദ്യം ഞാൻ വിചാരിച്ചു തിമിംഗലമാണെന്ന്. എന്താടാ പിന്നെയോ ആ ശബ്ദം? രക്ഷിക്കണേ! അയ്യോ, നോക്ക്, വീണപ്പ അപ്പൂപ്പന്റെ ബോധം തെളിഞ്ഞു. അയ്യോ! അങ്ങനെ കുട്ടൂസൻ വീണ്ടും വെള്ളത്തിൽ.